അന്ന് ബ്രിട്ടന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാ കമ്മ്യൂണിസ്റ്റുകാർ. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല കേട്ടോ. അന്ന് 42 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞവർ 1982 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞത് തെറ്റായിരുന്നുവെന്ന് EMS പറഞ്ഞു. എപ്പോ? 82 പറയാൻ കാരണം എന്താ? ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം കിട്ടി. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നുബുവത്ത് കിട്ടുക എന്ന് അന്ന് CH പറഞ്ഞു. നിങ്ങൾക്ക് വിവരമുണ്ട്, പക്ഷേ നിങ്ങളതൊക്കെ മറക്കും. 40 കൊല്ലം കഴിയുമ്പോൾ ഓർമ്മ വരും. EMSനോട് അന്ന് CH പറഞ്ഞാണ് 40 കൊല്ലം മുമ്പ് നിങ്ങൾ ചെയ്ത തെറ്റിപ്പങ്ങൾ തിരുത്തി. എന്നാൽ പിന്നീട് ഒരു 40 കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു തെറ്റ് തിരുത്തുമ്പോൾ അത് കാണാൻ CH നമ്മളോടൊപ്പുണ്ടായില്ല. 1947 സ്വാതന്ത്ര്യ സമര വിജയം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. രാജ്യത്തെമ്പാടുമുള്ള ആബാലവൃദ്ധൻ ജനത തെരുവിലിറങ്ങി ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി മിഠായി വിതരണം ചെയ്തു. സന്തോഷം കൊണ്ട് അന്യോന്യം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ തന്റെ ആഫീസിൽ കറുത്ത കൊടി തൂക്കിയിട്ട് ആഗസ്റ്റ് 15 അല്ല ആപ്പത്ത് 15 എന്നാ പറഞ്ഞു. എന്നാൽ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമായ DYFI 1987 ആഗസ്റ്റ് 15 ആഘോഷിച്ചു. കാരണം എന്താ? അന്ന് ഏറം ബാലകൃഷ്ണൻ നായനാരുടെ നേതൃത്വത്തിൽ ഒരു ഇടതുപക്ഷ ഏടാക്കൂട് ഇടങ്ങേറ് മുന്നണി കേരളം ഭരിക്കുന്നുണ്ട്. അന്ന് ദേശീയ പാതയിൽ കൈകോർത്ത് പിടിച്ചിട്ട് ഭാരത പാതാക്കി ജെ എന്ന് പറഞ്ഞതാരാ? മാർക്സിസ്റ്റുകാർ. അതെന്താ കാരണം? 40 കൊല്ലം കഴിഞ്ഞ്. പണ്ട് CH പറഞ്ഞതുപോലെ തന്നെ 47 പോയ ബുദ്ധി 87 തിരിച്ചു കിട്ടി. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു 40 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു ബുദ്ധി വന്നു. 1964 ഏപ്രിൽ 10 കോൺഗ്രസിനെ തോൽപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതെങ്കിൽ 2004 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു കോൺഗ്രസിനെ ജയിപ്പിക്കണം. ജയിപ്പിക്കാമെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വിജയ സാധ്യതയില്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. സീതാറാം യെച്ചൂരിയ പറഞ്ഞു. അത് തന്നെയാണ് ഹർകിഷൻ സിംഗ് സുർജിത്തും പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഭോപ്പാലിൽ വെച്ച് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് 2004 ഏപ്രിൽ മാസത്തിൽ 27 തീയതിയിലെ ദേശാഭിമാനിയിൽ, കൃത്യമായ ഡേറ്റ് തന്നെ ഞാൻ പറയാം, ഏപ്രിൽ 27 ദേശാഭിമാനി കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ എടുത്ത് വായിച്ചോ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം. എന്താ പറഞ്ഞത്? ഭോപ്പാലിൽ വെച്ച് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസിനെ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അപ്പൊ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയായി, ജനാധിപത്യത്തിന്റെ കാവലാളരായി, ഇന്ത്യ രാജ്യം ഭരിക്കാൻ കൊള്ളുന്നവരായി, നിങ്ങൾക്കോ അവരെ താങ്ങേണ്ട ഗതികേടിലുമായി. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ തെറ്റ് തിരുത്തി വരുന്നു. ക്രമേണ ആ തെറ്റ് തിരുത്തലിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് സത്യത്തിൽ ഞങ്ങളാ. ആരെയാണ് പിന്തുണക്കേണ്ടത് എന്ന് ആദ്യം കാണിച്ചു തന്നത് ഞങ്ങളാ. ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് പിന്തുണക്കേണ്ടത് കോൺഗ്രസിനെയാണ്. എന്താ അത് പറയാൻ കാരണം? മഹാനായ ഖായിദെ മില്ലത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ ഗവൺമെന്റിൽ മദിരാശിയിൽ കോൺഗ്രസിനെ പിന്തുണക്കുക എന്ന കടമ നിർവഹിക്കാൻ ഖായിദെ മില്ലത്തിനെ പ്രേരിപ്പിച്ചത് അതായിരുന്നു. കോൺഗ്രസിനെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന വിപത്തിനെ ദൂരെ നിന്ന് നോക്കിക്കാണാൻ നിങ്ങളെക്കാളും കൂർമ്മ ബുദ്ധി അല്ല ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്കറിയാമായിരുന്നു കോൺഗ്രസിന് ബദലാകാൻ നിങ്ങൾക്ക് കഴിയില്ല. കോൺഗ്രസ് തകർന്നാൽ ഇവിടെ വരുന്നത് ഫാഷിസമാണ്, BJP ആണ്, RSS ആണ്, വിശ്വ ഹിന്ദു പരിഷത്താണ്, ബജ്റാംഗ് ദളാണ്, ശിവസേനയാണ്. ആ കൂട്ടുകെട്ട് ഇന്ത്യ രാജ്യം ഭരിച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇന്ത്യയിലെ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ട് അനുവദിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണച്ചു. ഈ രാജ്യത്ത് കോൺഗ്രസിന് ഒരുപാട് പോരായ്മയുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും അതൊരു മതേതര പാർട്ടിയാണ്. ഒരു ജാതിയോട് അല്ലെങ്കിൽ ഒരു മതത്തോട് അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തോട് പ്രത്യേകമായ താല്പര്യത്തോടു കൂടി രാജ്യം ഭരിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. എന്തുകൊണ്ട്? എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് കോൺഗ്രസ്, അത് തന്നെ. എന്നാൽ BJP അങ്ങനെയല്ല. BJP സ്വന്തമായി ഇന്ത്യ രാജ്യം ഭരിച്ചാൽ ഹിന്ദുത്വം നടപ്പിലാക്കും എന്ന് പറഞ്ഞല്ലോ. കയ്യിൽ കിട്ടിയ ഭരണത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വം നടപ്പിലാക്കാൻ ശ്രമിച്ചല്ലോ. മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എടുത്തു മാറ്റുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ശക്തി ഇന്ത്യ രാജ്യത്ത് വരാതിരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പിന്തുണക്കുന്നു. അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല, പക്ഷെ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പടച്ചതമ്പുരാൻ ഞങ്ങളെ കയ്യിൽ ചില ആയുധങ്ങൾ തന്നിട്ടുണ്ട്. അത് പ്രായോഗികവൽക്കരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഇന്ന് വരെ. നാളത്തത് ഞാൻ പറയുന്നില്ല. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഭീഷണി വരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനും PK നാരായണ പണിക്കരും ചേർന്നിട്ട് ഹിന്ദുക്കൾ ഒരുമിക്കണം എന്ന് പറയുന്നു.